ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തച്ചോട്ടാവിനടുത്ത് മാവൂട്ടുകുളം എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു സംഗീത അധ്യാപകൻ 5 സെൻറ്റിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പുതിയ ഒരു 3 ബെഡ്റൂമോട് കൂടിയ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആൾ പുറത്തേക്ക് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് വിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പ്രൈസ് പറയുന്നതാണ്, ഇന്ന് പറയാൻ മറന്നുപോയി. അതായത് 65 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. 5 സെൻറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയതാണ്. അത് നമുക്ക് നേരെ ഇനി മെയിൻ റോഡിലേക്ക് വരാം. അത് നല്ല വീതിയുള്ള ടാർ ചെയ്ത റോഡാണ്. 2 കാറുകൾക്ക് സുഖമായിട്ടൊരു സമയത്ത് പോകാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ചുറ്റുമതിലേക്ക് വരാം. ചുറ്റുമതിലേക്ക് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിക്കറ്റ് ഗേറ്റും കാണാം. ഇവിടെ നമുക്ക് 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 കാറുകൾക്ക് സുഖമായിട്ട്, വലിയ കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. വേണമെങ്കിൽ 3 കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ഇവിടുത്തെ കിണറിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. വെള്ളം വറ്റാത്ത കിണറാണ്. ഏത് വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റാത്ത കിണറാണ്. അതിവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റുന്നതാണ്. അതുകൂടാതെ KWയുടെ കണക്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിലും അതിൻ്റെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റാണ്, റൈസർ ടൈലാണ്. അതുപോലെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇനി അതിനകത്ത് അപ്പോക്സി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം. നല്ല വീതിയുള്ള വാതിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ഫ്ലോറിംഗ് യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ TV കൊണ്ട് സെറ്റ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു ഫോമൽ ലിവിംഗ് നേരെ ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആളൊരു സംഗീത അധ്യാപകനായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ഫാമിലി ലിവിംഗ് ആക്കി മാറ്റി തരാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. പ്രത്യേകിച്ച് ചെയ്യുന്നൊരു ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് സിങ്ക് ആണ്, വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അത് പാരി വരുന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് വരാം. അടുക്കള നോക്കുവാണെങ്കിലും ഫുള്ള് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് ക്യാബിനറ്റ്, അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. സിങ്കവും കാണാം. നീറ്റായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ ഗ്രാനൈറ്റിനോട് ചേരുന്ന രീതിയിലുള്ള ആ ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളും പുതിയ ഇപ്പോൾ ചെയ്തതാണ്. ഇത് ഈ സെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ നീറ്റായിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ ചെയ്ത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇപ്പോൾ ചിമ്മിനി യൂസ് ചെയ്യാനുള്ള ചിമ്മിനി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിറകടുപ്പ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ചെയ്യാം. കാരണം കൃത്യമായിട്ട് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പോ അങ്ങനെ യൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്കിനി പുറത്തൊരു വർക്ക് ഏരിയ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഒരുപാട് ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ 2 ഇതായിട്ടാണ്, നമുക്ക് 2 രീതിയിലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അല്പം എയർ വേണം, പക്ഷേ ശുദ്ധമായ കായ് വേണം, പക്ഷേ ഡോറ് ഓപ്പൺ ആണ്, ഒന്നും അകത്തേക്ക് കയറരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പകുതി മാത്രമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അത് വേണ്ട. ഇനി ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് 2ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ഇനി ഒന്നുകൂടെ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള സ്പേസ് പുറകിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂമാണ് ഉള്ളത്. ആ റൂം നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇതിൽ എപ്പോക്സി ചെയ്യാനുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ വാഷ്റൂം എങ്ങനെയുണ്ട് നോക്കാം. സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. കുറച്ച് ക്ലീനിങ് വർക്കുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെയും അതുപോലെ ഫിനിഷിംഗ് വർക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഹാൻഡ് റെയിൽസ് കൊടുത്തേക്കുന്നത്. ബാക്കി സ്റ്റെപ്പും ട്രെഡ് ഗ്രാനൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് ടൈൽസ് തന്നെയാണ്. അതുപോലെ ഡൈനിങ് ഏരിയയുടെ മുകളിൽ നിന്നൊരു ഡബിൾ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വിൻഡോസ് കാണാം. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. ഇവിടെയും ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 റൂമുകൾ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിലും നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്തു തരുന്നതാണ്. ഫാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇവിടെയും വാഷ്റൂം നോക്കുവാണെങ്കിലും സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. അവിടെ ഒന്ന് ക്ലീനിങ് വർക്ക് മാത്രമേ ഉള്ളൂ. വേറെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 3ാമത്തെ റൂമിലേക്ക് പോകും. ഈ അപ്പർ ലോഞ്ചിലേക്ക് ഒരു ഫോയർ കൊടുത്തിട്ടാണ് ഇവിടെ റൂം വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് 3 പർഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിലും സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതിൽ എപ്പോക്സി ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്തു തരുന്നതാണ്. മുകളിൽ ഫാൻ കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെയും സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെ നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട വാഷ്റൂം പോലെ തന്നെയാണ്. ഇനി ഇത് കൂടാതെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ. നല്ല സ്പേസുള്ള ബാൽക്കണിയാണ്. ഇവിടെയും ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അതുപോലെ മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. താഴേക്ക് മെയിൻ റോഡാണുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് മാറി കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് റിംഗ് റോഡ് ഇതുവഴി വരുന്നുണ്ട്. പോർട്ട് ഓപ്പൺ ആകുമ്പോൾ
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ചെറിയൊരു ഓപ്പൺ ടെറസുണ്ട്. ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാനും അങ്ങനെയുള്ള ചെറിയൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഗസീബോ സ്പേസ് എന്നൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നേരെ ഒരു അപ്സ്റ്റെയറിലേക്ക്, അതായത് റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് വേറെ സ്റ്റെയർ കൊടുത്തിട്ടില്ല, അത് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ തച്ചോടവിനടുത്ത് വലിയ വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയ, അതും 5 സെൻറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 65 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അതുകൂടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.